ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദേട്ടൻ ധ്യാനോട് പറയുകയാണ്, നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ധ്യാൻ പറയുകയാണ്, എനിക്കൊരു കടമുണ്ട് ഗോവിന്ദേട്ട, അത് മാത്രം എനിക്ക് തീർക്കാനുള്ളൂ ഈ ലൈഫിൽ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് പറയുകയാണ്, എന്താണെങ്കിലും പറയാമെന്ന് പറയുമ്പോൾ അതൊരു കടപ്പാടാണ്. തിരിച്ച് രഞ്ജുവിൻ്റെ അടുത്തേക്ക് എന്നെ എത്തിക്കാൻ സഹായിച്ച ഗീതുവിനോടുള്ള കടപ്പാട്, അതെനിക്ക് തീർക്കാൻ പറ്റില്ല. ഗോവിന്ദേട്ടൻ അത് ഗീതുവിനോടുള്ള സ്നേഹമായിട്ട് ഗോവിന്ദേട്ടൻ കൊടുക്കുന്ന സ്നേഹത്തിൽ അത് ഞാൻ എൻ്റെ കടപ്പാടായിട്ട് അതും കൂടി ചേർത്ത് നൽകണമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പം ഗോവിന്ദനാകെ സന്തോഷമാവുകയാണ്. ഗീതുവിനെ പറ്റി ഓർക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് തിരിച്ച് നമ്മുടെ ധ്യാൻ രഞ്ജുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു സംസാരിച്ചതെന്ന് പറയുമ്പോൾ ഇനി തിരിച്ചു പോകുന്നില്ല, അവിടുത്തെ ജോലി റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു സമ്പാദ്യം സേവ് ചെയ്തിട്ട് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങുമോ, ഇവിടെ ഒരു ജോലിക്ക് നോക്കുകയോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ഗീതു എന്ന് പറയുന്നുണ്ട്, ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്നോടൊന്ന് ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുകയാണ്, നേരെ ധ്യാൻ്റെ മുമ്പ് ഞാൻ ആകെ കൂടെ ചെറുതായി പോയാൽ എനിക്കും തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗീതവും ഗോവിന്ദും ഇങ്ങനെ ഓരോ കാര്യം സംസാരിക്കാൻ നേരത്ത് നമ്മുടെ ഗീത ചോദിക്കുകയാണ്, ഏറ്റവും നല്ല സ്ത്രീ എന്ന് തോന്നുന്ന ഒരാളാരാ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ തമാശയ്ക്ക് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി രാധികാമ്മ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഗീതു കലി തുള്ളി അവിടുന്ന് ഒരു സൈഡിലോട്ട് മാറിപ്പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് പറയാണ്, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ്, നീയാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് നിന്നോടാണ്, നീ ചോദിക്കാതെ തന്നെ ഞാൻ നിനക്കൊരു കാര്യം ചെയ്യാൻ പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഗീത ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഗോവിന്ദ് ഇഷ്ടം പറയാൻ പോകാമെന്ന് ഓർത്ത്. ആ സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, നിനക്ക് 2 വരം ഞാൻ തന്നില്ലേ, 3ാമതൊരു വരം ഞാൻ തരാം, ഒരു ബ്ലാങ്ക് ചെക്ക്, അത് നിനക്ക് വേണ്ട എമൗണ്ട് എഴുതിയെടുത്തോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗീതുവിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗീതു പറയുന്നുണ്ട്, എനിക്കതൊന്നുമല്ല വേണ്ട, ഗോവിന്ദനോട് ഒരു ജീവിതം വേണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഗോവിന്ദ് അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കളിതമാശയായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ 3ാമത്തെ ആഗ്രഹം വേണ്ടപ്പോൾ പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു കൂടെ വിഷമിച്ച് നടക്കുവാണ്. എന്നിട്ട് ഗീതു നടക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഗോവിന്ദൻ എന്നെ ഇഷ്ടമായിരിക്കും, ഇപ്പോൾ പറയുമായിരിക്കും എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നടക്കുവാണ്. ഗോവിന്ദ് അതേ സമയത്ത് നിൻ്റെ ഈ കളി ചിരിയും തമാശയ്ക്കിടയിൽ നീ കാണിക്കുന്ന കുസൃതി ഏതാ, നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഗീതു എന്ന് ചിന്തിച്ച് ഗോവിന്ദേട്ടനും ഗീതുവിൻ്റെ പുറകെ തന്നെ നടക്കുവാണ്. 2 പേർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, ആരാദ്യം പറയണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. പക്ഷേ 2 പേർക്കും സ്നേഹമുള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ രാധികാമ്മ ഇടപെടുമോ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ അവർ ഇങ്ങനെ മനസ്സിൽ ഓരോ കാര്യങ്ങളും ആദ്യം ഞാൻ പറയണോ അതോ ഗോവിന്ദേട്ടൻ പറയുമോ എന്ന് പറഞ്ഞ് ഗീതു പറയുമോ അതോ ഞാൻ പറയണോ എന്നോർത്ത് ഗോവിന്ദൻ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ കിഷോറിൻ്റെ വീടാണ്. കിഷോർ കുളിക്കാൻ വേണ്ടി കയറിയ സമയത്ത് പയ്യെ പുള്ളിക്കാരൻ്റെ ഭാര്യ മൊബൈൽ തപ്പിപ്പിടിച്ചെടുക്കുകയാണ്. മൊബൈൽ തപ്പിപ്പിടിച്ചെടുത്ത് അവർണിക അതിൻ്റെ അകത്തു നിന്ന് രാധികാമ്മയ്ക്കെതിരെയുള്ള തെളിവ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. പാസ്വേഡൊക്കെ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. ആ സമയത്തേക്ക് കിഷോർ കുളിച്ചിട്ട് ഇറങ്ങുകയാണ്. കിഷോർ ചോദിക്കുന്നുണ്ട്, ഈ മുറി കയറില്ല എന്ന് പറഞ്ഞാൽ നീ എന്തിനാ തിരിച്ച് വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാർ പറയുന്നുണ്ട്, ഇതെൻ്റെ വീടാണ്, എൻ്റെ ഷെയർ വന്നിട്ട് നിനക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോകാമെന്ന് പറയുമ്പോഴേക്കും കിഷോർ പറയുന്നുണ്ട്, നമുക്ക് തല്ലി അടിയും പിടിയൊക്കെ ആയിട്ട് തന്നെ അങ്ങ് ജീവിക്കാം, എന്നാലും ഇതിൻ്റെ ഷെയർ തന്ന് ഞാൻ ഇവിടുന്ന് പോകും നീ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അവർണികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് ഒരു കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ട് 2 പേരും താഴെ ചെന്ന് നോക്കുമ്പോഴേക്കും പ്രഗ്രാമങ്ങൾ വന്നേക്കുവാണ്. അവർണികയുടെ ഫാദർ വന്നു. പുള്ളി അവിടുത്തെ ബാംഗ്ലൂരിലെ ബിസിനസ്സെല്ലാം അവസാനം ഉണ്ടായിരുന്നതെല്ലാം വിറ്റ് പെറുക്കി ലാസ്റ്റ് ഒന്നുമില്ലാണ്ട് കയറി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ തല ചായ്ക്കാൻ ഒരു മുറി തരുമോ എന്ന് ചോദിക്കുമ്പോൾ കിഷോർ ഭയങ്കര നല്ലവനായിട്ട് ആക്ട് ചെയ്ത് ചിരിച്ച് സ്മൈൽ ചെയ്ത് പറയാണ്, അങ്ങളിന് എപ്പോഴും ഈ വീട്ടിലൊരു സ്ഥാനം ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അതേ സമയത്ത് നമ്മുടെ രഘുരാമങ്ങൾ പറയുകയാണ്, പുള്ളിക്ക് ബാക്കിയുള്ള 10 കോടിയുടെ വർത്തായിട്ടുള്ള സ്വത്ത് കിഷോറിൻ്റെ അവർണികയുടെയും പേരിൽ പുള്ളി ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട്. അത് ഉണ്ടാകുന്ന കൊച്ചുമോനോ അല്ലെങ്കിൽ കൊച്ചുമോൾക്കുള്ള പുള്ളിക്ക് കൊടുക്കാനുള്ള സമ്പാദ്യമാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കിഷോറിന് സന്തോഷമാവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടെ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർണിക്ക് കലി വരുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി ഒന്നും മിണ്ടുന്നില്ല. കാരണം അച്ഛനെ ഒന്നും അറിയിക്കാൻ പുള്ളിക്കാരിക്ക് അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി താല്പര്യമില്ല. എങ്കിലും കിഷോർ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അവർണിക കിഷോറിനെ നോക്കി പറയുന്നുണ്ട്, ഇതെൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണ്, എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പെട്ട് ബാക്കിയുള്ള ആകെയുള്ള സമ്പാദ്യം, ഇതിൽ നിന്നൊരു കാശ് ആരെയും എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ തുറിച്ച് നമ്മൾ കിഷോറിനെ നോക്കുന്നുണ്ട്. കിഷോർ ഇങ്ങനെ തുറിച്ച് ഇതെങ്ങനെയാണ് ഞാൻ തട്ടിച്ചെടുക്കും എന്നുള്ള രീതിയിൽ കിഷോറും നമ്മുടെ അവർണികയെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.